നാടിന്റെ നോവായി മാറുകയാണ് രഞ്ജിത. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനിയായ മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, CPM സംസ്ഥാന സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ ചേർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയത്. രാവിലെ 10 മണി മുതൽ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവനാണ് രഞ്ജിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വരെ ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറത്ത് ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. രഞ്ജിതയോടുള്ള ആദരസൂചകമായി മൃതദേഹം പുല്ലാടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടയടച്ചിടും. വൈകുന്നേരം 4:30 വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ അമ്മയുടെ DNA സാമ്പിളുമായി പൊരുത്തപ്പെട്ടതോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇതോടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു രഞ്ജിതയുടെ വിയോഗം. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത്. സ്വന്തമായി ഒരു വീട്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അമ്മയ്ക്ക് നല്ല ജീവിതം, ഇതൊക്കെയായിരുന്നു രഞ്ജിതയുടെ പ്രവാസ ജീവിതത്തിന് പിന്നിൽ. ഇതിനിടെയാണ് രഞ്ജിതയ്ക്ക് സർക്കാർ സർവീസിൽ നഴ്സായി ജോലി ലഭിച്ചത്. ഇതോടെ കഴിഞ്ഞ 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിക്ക് കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത്. ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം. എന്നാൽ അതിനിടയിലാണ് വിമാനാപകടം രഞ്ജിതയുടെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴലായി വന്നത്.